ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും PSC ഓൺ ദ റോൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സംസ്ഥാനങ്ങളെ കുറിച്ചാണ്. സംസ്ഥാനങ്ങളിലൂടെ ഒരു വിജ്ഞാന യാത്ര. ഈ ഒരു ടോപ്പിക്കിന്റെ 11ാമത്തെ ക്ലാസ് ആണിത്. ബാക്കി 10 ക്ലാസ്സുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ട് സംസ്ഥാനങ്ങൾ മിസോറാമും നാഗാലാൻഡുമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ട് സംസ്ഥാനങ്ങൾ. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ് വളരെ ചെറുതായി. നമുക്ക് ക്ലാസ്സിലേക്ക് മറ്റൊന്നും സംസാരിക്കാനില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സംസ്ഥാനങ്ങളെ കുറിച്ച് നോക്കാം. ഇതാണ് മിസോറാമിന്റെ മാപ്പ്. ഇന്ത്യയിൽ മിസോറാമിന്റെ ലൊക്കേഷൻ മനസ്സിലായല്ലോ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പെടുന്ന ഒന്നാണ് ഏത്? മിസോറാം. സപ്ത സഹോദരിമാരിൽ ഒന്നാണ് ആര്? മിസോറാം, അല്ലെ? നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആണ്. റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് അതിന്റെ ഡിസ്ട്രിക്റ്റുകൾ അടങ്ങിയ മാപ്പും കാണാം. മിസോറാമിന്റെ ഡിസ്ട്രിക്റ്റുകൾ അടങ്ങിയ മാപ്പ് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ മിസോറാം സംസ്ഥാനം നിലവിൽ വരുന്നത് 1987 ഫെബ്രുവരി മാസം 20-നാണ്. 1987 ആണ്, 57 അല്ല, 87. 1987 ഫെബ്രുവരി 20. 1972 മുതൽ 87 വരെ, 72-ൽ തന്നെ മിസോറാം എന്ന പ്രദേശം വന്നു. അതപ്പോൾ കേന്ദ്രഭരണ പ്രദേശമായിരുന്നു. 72 മുതൽ 87 വരെ മിസോറാം എന്ന് പറയുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമായിരുന്നു. പിന്നീട് ഭരണഘടനയുടെ 53-ാം ഭേദഗതിയെ തുടർന്നാണ് 1987 ഫെബ്രുവരി 20-ന് മിസോറാമിന് സംസ്ഥാന പദവി ലഭിക്കുന്നത്. അപ്പോൾ 87 ഫെബ്രുവരി 20 മുതൽ മിസോറാം സംസ്ഥാനമാണ്. അതുവരെ കേന്ദ്രഭരണ പ്രദേശമായിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇതിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഐസ്വാൾ. മിസോറാമിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഐസ്വാൾ. മിസോറാമിലെ ഒരു ജില്ല തന്നെയാണ് ഐസ്വാൾ. ഇതിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഐസ്വാളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 1132 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഇത്, മിസോറാമിന്റെ തലസ്ഥാനമായ ഐസ്വാൾ എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 1132 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഇത് ഐസ്വാൾ, മിസോറാമിന്റെ തലസ്ഥാനമായ ഐസ്വാൾ. ഹൈക്കോടതി ആസ്ഥാനം ഗുവാഹത്തി. നമ്മൾ അസമും അരുണാചൽ പ്രദേശ് പഠിച്ചപ്പോഴും പറഞ്ഞാണല്ലേ, 4 സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതി ആസ്ഥാനം ഏത് തന്നെയാണ്? ഗുവാഹത്തി. ഏതൊക്കെയാണ് 4 വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഏതൊക്കെയാണ് 4? അരുണാചൽ പ്രദേശ്, അസം, മിസോറാം, മറ്റൊന്ന് നാഗാലാൻഡ്. മിസോറാമിന്റെ വിസ്തീർണം 21,081 ചതുരശ്ര കിലോമീറ്റർ. 21,081 സ്ക്വയർ കിലോമീറ്റർ ആണ് മിസോറാമിന്റെ ഏരിയ, വിസ്തീർണം എന്ന് പറയുന്നത്. ആകെ ജില്ലകളുടെ എണ്ണം 11. മുൻപ് 8 ആയിരുന്നു. ഇപ്പൊ 3 ജില്ലകൾ കൂടി നിലവിൽ വന്നു. ഇപ്പോൾ നിലവിൽ മിസോറാമിന്റെ ജില്ലകളുടെ എണ്ണം 11. രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം, രാജ്യസഭാ അംഗം ഒരാളാണ്. ലോക്സഭാ മണ്ഡലം അത് ഒന്നാണ്. നിയമസഭാ മണ്ഡലങ്ങൾ 40. രാജ്യസഭാ അംഗം ഒരാളാണ്. ലോക്സഭാ മണ്ഡലങ്ങൾ അല്ലെങ്കിൽ മണ്ഡലം ഒന്നാണ്. നിയമസഭാ മണ്ഡലങ്ങൾ 40. മിസോറാമിന്റെ ഔദ്യോഗിക പക്ഷി എന്ന് പറയുന്നത് മിസ് ഹ്യൂംസ് പെസന്റ് ആണ്. നമ്മൾ മണിപ്പൂർ പറഞ്ഞപ്പോഴും പറഞ്ഞു, മണിപ്പൂരിന്റെയും ഔദ്യോഗിക പക്ഷി, ഒഫീഷ്യൽ ബേർഡ് എന്ന് പറയുന്നത് മിസ് ഹ്യൂംസ് പെസന്റ് ആണ്. ചിത്രത്തിൽ കാണാം. അപ്പൊ മിസോറാമിന്റെയും ഔദ്യോഗിക പക്ഷി, ഒഫീഷ്യൽ ബേർഡ് എന്ന് പറയുന്നത് മിസ് ഹ്യൂംസ് പെസന്റ്. ഔദ്യോഗിക മൃഗം ഹൂലോക്ക് ഗിബൺ. ഔദ്യോഗിക മൃഗം, ഒഫീഷ്യൽ അനിമൽ എന്ന് പറയുന്നത് മിസോറാമിന്റെ ഔദ്യോഗിക മൃഗം ഹൂലോക്ക് ഗിബൺ ആണ്. ഔദ്യോഗിക പുഷ്പം റെഡ് വാണ്ട. മിസോറാമിന്റെ ഔദ്യോഗിക പുഷ്പം, ഒഫീഷ്യൽ ഫ്ലവർ, റെഡ് വാണ്ട. ഔദ്യോഗിക ഭാഷ മിസോയും ഇംഗ്ലീഷുമാണ്. 2 ഔദ്യോഗിക ഭാഷയാണ് മിസോറാമിനുള്ളത്. ഒന്ന് ഇംഗ്ലീഷും മിസോയും. മിസോറാം. ആ വാക്യത്തിൽ നമുക്ക് ഓർത്തിരിക്കാം, പെട്ടെന്ന് മറന്നുപോയില്ല. പർവ്വത നിവാസികളുടെ നാട്, വ്യവസായങ്ങൾ ഇല്ലാത്ത നാട് എന്നിങ്ങനെയാണ് മിസോറാമിനെ വിശേഷിപ്പിക്കുന്നത്. പർവ്വത നിവാസികളുടെ നാട്, വ്യവസായങ്ങൾ ഇല്ലാത്ത നാട് എന്നാണ് മിസോറാം അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മിസോറാമിനെ വിശേഷിക്കപ്പെടുന്നത്. ലുഷായ് ഹിൽസ് എന്നാണ് മുൻപ് അറിയപ്പെട്ടിരുന്നത്. മിസോറാം മുൻപ് അറിയപ്പെട്ടിരുന്നത് ഏതാണ്? ലുഷായ് ഹിൽസ് എന്നാണ്. 1972 മുതൽ 1987 വരെ കേന്ദ്രഭരണ പ്രദേശമായിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. 1972 മുതൽ, 72-ലാണ് മിസോറാം എന്ന പ്രദേശം വന്നത്. അത് ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമായിരുന്നു, സംസ്ഥാന പദവി ലഭിച്ചിട്ടില്ല. പിന്നീട് 53-ാം ഭേദഗതി പ്രകാരം 1987 ഫെബ്രുവരി 20-ന് മിസോറാമിന് സംസ്ഥാന പദവി ലഭിക്കുന്നു.
മിസോറാമിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ബ്ലൂ മൗണ്ട്സ്. ഓക്കെ, മിസോറാമിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, മിസോറാമിൽ സ്ഥിതി ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ബ്ലൂ മൗണ്ട്സ്. ഓക്കെ, ബ്ലൂ മൗണ്ട്സ്. ഓക്കെ, ഇനി കൗണ്ടർ ഇൻസർജൻസി ആൻഡ് ജംഗിൾ വാർഫെയർ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ്. ഓക്കെ, ഇത് യുദ്ധപരിശീലനമൊക്കെ നൽകുന്ന സ്കൂളാണ്. ഓക്കെ, കൗണ്ടർ ഇൻസർജൻസി ആൻഡ് ജംഗിൾ വാർഫെയർ സ്കൂൾ, യുദ്ധവുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ നൽകുന്ന പലതരം യുദ്ധമുറകളും മറ്റു കാര്യങ്ങളും എല്ലാം അതൊക്കെയെല്ലാം പരിശീലനം നൽകുന്ന ഒരു സ്കൂളാണ് ഇത്, കൗണ്ടർ ഇൻസർജൻസി ആൻഡ് ജംഗിൾ വാർഫെയർ സ്കൂൾ. ഇത് സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഔദ്യോഗിക ഭാഷയായ മിസോയ്ക്ക് എന്തില്ല? ലിപിയില്ല. ഓക്കെ, അപ്പം ഔദ്യോഗിക ഭാഷ മിസോ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മിസോയും ഇംഗ്ലീഷും ഉണ്ട്. പക്ഷെ മിസോയ്ക്ക് എന്തില്ല? ലിപിയില്ല. റോമൻ ലിപി ഉപയോഗിച്ചാണ് ഈ ഭാഷ എന്ത് ചെയ്തിരിക്കുന്നത്? കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മിസോ ഭാഷയ്ക്ക് എന്തില്ല? ലിപിയില്ലാത്തൊരു ഭാഷയാണ് മിസോ. എന്നാൽ മിസോ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റോമൻ ലിപികൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഭാഷ കൈകാര്യം ചെയ്യുന്നത്. ദംപ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ്. അപ്പൊ മിസോറാമിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ടൈഗർ റിസർവ് ഏതാണ്? കടുവാ സങ്കേതമാണ്. ഏത്? ദംപ. ഇനി മിസോറാമിലെ രണ്ട് പ്രധാന നാഷണൽ പാർക്കുകളാണ്, ദേശീയോദ്യാനങ്ങളാണ്, മർലൻ നാഷണൽ പാർക്കും പവാങ് പുയി നാഷണൽ പാർക്കും. മർലൻ നാഷണൽ പാർക്കും പവാങ് പുയി നാഷണൽ പാർക്കും മിസോറാമിലെ രണ്ട് പ്രധാന ദേശീയോദ്യാനങ്ങളാണ്, നാഷണൽ പാർക്കുകളാണ്. വാൻടാങ് വെള്ളച്ചാട്ടം, ഡാംദിൻ തടാകം, സൈഹ തടാകം, റുങ്ദിൽ തടാകം, താംദിൽ തടാകം, ഇതെല്ലാം മിസോറാമിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളാണ്. പ്രധാന നൃത്തരൂപങ്ങളാണ് ചിര, ക്വാലം, ചെയ്ലം. ചിര, ക്വാലം, ചെയ്ലം എന്നിവയൊക്കെ പ്രധാന നൃത്തരൂപങ്ങളാണ്, മിസോറാമിലുള്ള പ്രധാന നൃത്തരൂപങ്ങളാണ്. നിലവിലെ മുഖ്യമന്ത്രി, മിസോറാമിലെ നിലവിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സൊറാംതാങ്ങയാണ് നിലവിലെ മിസോറാമിന്റെ മുഖ്യമന്ത്രി. നിലവിലെ മിസോറാമിന്റെ ഗവർണർ എന്ന് പറയുന്നത് ഡോക്ടർ ഹരിബാബു കമ്പംപതിയാണ്. ഓക്കെ, ഹരിബാബു കമ്പംപതിയാണ് നിലവിലെ മിസോറാം ഗവർണർ. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനമായും മിസോറാമിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റുകൾ. മറ്റെന്തെങ്കിലും പറയുകയാണെങ്കിൽ സെൻസസുമായി ബന്ധപ്പെട്ട്, അതായത് 2011 സെൻസസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള ജില്ലയാണ് മിസോറാമിലെ സെർച്ചിപ്പ് ജില്ല. ഓക്കെ, മിസോറാമിലെ ജില്ലയായ സെർച്ചിപ്പ്, അതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള ജില്ല. ഇത് 2011 സെൻസസ് പ്രകാരമാണ്. അപ്പോൾ ഇനി വരുന്ന അല്ലെങ്കിൽ 2021 സെൻസസിന്റെ റിപ്പോർട്ട് വരുന്നത് വരെ ആ ഒരു പോയിന്റ് നമ്മൾ ഓർത്തിരുന്നാൽ നന്നായിരിക്കും. അതിൽ സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് 98.76%. 98.76%. ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ലയാണ് ഓക്കെ മിസോറാമിലെ സെർച്ചിപ്പ്. ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനവും ഏത് തന്നെയാണ്? മിസോറാമാണ്. 91.3%. 91.3%. ഇന്ത്യയിലെ സാക്ഷരതാ നിരക്കിൽ 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനം. ഇത് 2011 സെൻസസ് പ്രകാരമുള്ള റിപ്പോർട്ടാണ്. ചിലപ്പോൾ മാറാതിരിക്കാം. 2021 വരുമ്പോൾ ചിലപ്പം മാറാതിരിക്കാം. ഓക്കെ, അപ്പൊ അതുവരെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, തൽക്കാലം നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിക്കാം. കൂടുതൽ പോയിന്റുകൾ നിങ്ങൾ കണ്ടെത്തുന്ന പോയിന്റുകൾ ചെയ്യുക, ഇതിന്റെ നോട്ട്സിനോടൊപ്പം കൂട്ടിച്ചേർത്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സംസ്ഥാനം നോക്കാം, നാഗാലാൻഡ്. നാഗാലാൻഡും എന്ത് തന്നെയാണ്? ഒരു വടക്ക് കിഴക്കൻ അല്ലെ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് തന്നെയാണ്. സപ്ത സഹോദരിമാരിൽ ഒരാൾ തന്നെയാണ് ആര്? നാഗാലാൻഡും. നാഗാലാൻഡിന്റെ ജില്ലകൾ അടങ്ങുന്ന മാപ്പ് നിങ്ങൾക്ക് വലതുവശത്തായിട്ട് കാണാം. ഓക്കെ, അതിന്റെ ലൊക്കേഷൻ ഒക്കെ മനസ്സിലായല്ലോ. നാഗാലാൻഡ് സംസ്ഥാനം നിലവിൽ വന്നത് 1963 ഡിസംബർ 1-നാണ്. 1963 ഡിസംബർ 1-നാണ് നാഗാലാൻഡ് എന്ന് പറയുന്ന സംസ്ഥാനം നിലവിൽ വരുന്നത്. തലസ്ഥാനം കൊഹിമയാണ്. നാഗാലാൻഡിന്റെ തലസ്ഥാനം കൊഹിമ. മിസോറാമിനെ അപേക്ഷിച്ച് കുറച്ച് പോയിന്റ്, അത്രയും പോയിന്റ് നമുക്ക് പഠിക്കാനില്ല. വെറും 5-6 പോയിന്റ് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഓക്കെ, ഇത് ഇപ്പൊ പറയുന്നത്, ഈ പറയുന്ന പോയിന്റുകളെല്ലാം നാഗാലാൻഡിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യയും ഇന്ത്യയുടെ സംസ്ഥാനങ്ങളും അതിന്റെ തലസ്ഥാനങ്ങളും എല്ലാം നമ്മൾ കാണാപ്പാടമായിരിക്കണം. ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, അപ്പൊ നാഗാലാൻഡിന്റെ ഹൈക്കോടതി ആസ്ഥാനവും ഗുവാഹത്തി തന്നെയാണ്.
ഗുവാഹത്തി ഹൈക്കോടതിയുടെ കീഴിൽ തന്നെയാണ് നാഗാലാൻഡിന്റെ ഹൈക്കോടതി ആസ്ഥാനം. ഓക്കെ, അസമിലാണ് ഗുവാഹത്തി. പറഞ്ഞല്ലോ. നാഗാലാൻഡിന്റെ വിസ്തീർണം 16,579 ചതുരശ്ര കിലോമീറ്റർ. 16,579 ചതുരശ്ര കിലോമീറ്റർ, സ്ക്വയർ കിലോമീറ്റർ ആണ് നാഗാലാൻഡിന്റെ വിസ്തീർണം. ആകെ ജില്ലകളുടെ എണ്ണം 15. മുൻപ് 11 ആയിരുന്നു, പിന്നെ അത് 12 ആയി, പിന്നെ അത് 15. ഒഫീഷ്യൽ സൈറ്റിൽ കിടക്കുന്നത് 15. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന ഉത്തരം, നമ്പർ ഓഫ് ഡിസ്ട്രിക്ട്സ് ഇൻ നാഗാലാൻഡ് എന്ന് അടിച്ചു നോക്കിയാൽ കിട്ടുന്ന ഉത്തരം അത് 15 ആയിരിക്കും. പക്ഷെ മാപ്പുകളൊക്കെ ഞാൻ തപ്പി നോക്കിയിട്ട് കിട്ടില്ല. നിങ്ങൾ നേരത്തെ കണ്ട നാഗാലാൻഡ് ഡിസ്ട്രിക്ട് അടങ്ങുന്ന മാപ്പിലും 12 ജില്ലകൾ മാത്രമേ ആ ഒരു മാപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ കിടക്കുന്നതും 12 ആണ്. അപ്ഡേറ്റ് ചെയ്തില്ലയോ ഇല്ലെന്നുള്ള കാര്യത്തിൽ തീർച്ചയില്ല. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന ഉത്തരം ഏതായിരിക്കും? 15 ആയിരിക്കും. വിത്ത് ആ സ്റ്റേറ്റുകൾ, ആ ഡിസ്ട്രിക്റ്റുകളുടെ പേര് ഉൾപ്പെടെ കിട്ടും. ഓക്കെ, ഇപ്പൊ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 1, ലോക്സഭാ മണ്ഡലങ്ങൾ 2, നിയമസഭാ മണ്ഡലങ്ങൾ 60. രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം, അല്ലെങ്കിൽ രാജ്യസഭാ അംഗം ഒരാളേ ഉള്ളൂ. ലോക്സഭാ മണ്ഡലങ്ങൾ 2, നിയമസഭാ മണ്ഡലങ്ങൾ 60. ഔദ്യോഗിക പക്ഷി ബ്ലിറ്റിസ് ട്രഗോപൻ. ബ്ലിറ്റിസ് ട്രഗോപൻ ആണ് ഔദ്യോഗിക പക്ഷി, ഒഫീഷ്യൽ ബേർഡ്. ഔദ്യോഗിക മൃഗം മിഥുനാണ്. ഔദ്യോഗിക മൃഗം ചിത്രത്തിൽ കാണാം. ഔദ്യോഗിക പുഷ്പം റോഡോഡെൻഡ്രോൺ. റോഡോഡെൻഡ്രോൺ ആണ് ഔദ്യോഗിക പുഷ്പം, ചിത്രത്തിൽ കാണാം. ഇതാണ് റോഡോഡെൻഡ്രോൺ. ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് തന്നെയാണ്. ഓക്കെ, മിസോറാം പറഞ്ഞപ്പോഴും പറഞ്ഞു, മിസോറാമിന്റെയും ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് തന്നെയാണ്. ഇംഗ്ലീഷും പിന്നെ മിസോയും ഉണ്ടെന്ന് പറഞ്ഞു. മിസോയ്ക്ക് ലിപിയില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ നാഗാലാൻഡിന്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ്. അസം സംസ്ഥാനം വിഭജിച്ചാണ് നാഗാലാൻഡ് രൂപീകരിച്ചത്. അപ്പോൾ 1963 നവംബർ 30 വരെയും അസമിന്റെ ഭാഗമായിരുന്നു ആര്? നാഗാലാൻഡ്. 1963 ഡിസംബർ 1 മുതൽ നാഗാലാൻഡിന് സംസ്ഥാന പദവി ലഭിച്ചു. അപ്പൊ അസമിൽ നിന്ന് വിഭജിച്ചാണ് നാഗാലാൻഡ് രൂപീകരിച്ചത്. മ്യാൻമാർ എന്ന രാജ്യവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് ഇത്? നാഗാലാൻഡ്. മാപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ? നാഗാലാൻഡ് മ്യാൻമാർ എന്ന രാജ്യവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമമാണ് ഗരീഫെമ. നാഗാലാൻഡിലെ ഗരീഫെമയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമം. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത ഗ്രാമമാണ് ഗരീഫെമ. അവിടുത്തെ പ്രധാന നൃത്തരൂപങ്ങളാണ് കോഴി നൃത്തം, ശലഭ നൃത്തം, കരടി നൃത്തം. നാഗാലാൻഡിൽ നിലവിലുള്ള പ്രചാരത്തിലുള്ള പ്രധാന നൃത്തരൂപങ്ങളാണ് കോഴി നൃത്തം. കോഴി നൃത്തം എന്നാണ് ഇരിക്കുന്നത്, അക്ഷരതെറ്റ് സംഭവിച്ചതാണ്, ക്ഷമിക്കുക. കോഴി നൃത്തം, ശലഭ നൃത്തം, കരടി നൃത്തം എന്നിവയെല്ലാം മിസോറാമിലെ പ്രധാന നൃത്തരൂപങ്ങളാണ്. പ്രധാന ഗോത്ര വിഭാഗങ്ങളാണ് നാഗാലാൻഡിൽ നിലവിലുള്ള പ്രധാന ഗോത്ര വിഭാഗങ്ങളാണ് നാഗന്മാർ. പേരിൽ തന്നെ ഉണ്ടല്ലോ നാഗാലാൻഡ്. നാഗന്മാർ, അങ്കാമികൾ, കുക്കികൾ, സാങ്ടാം, സെമ. ഓക്കെ, നാഗന്മാർ, അങ്കാമികൾ, കുക്കികൾ, സാങ്ടാം, സെമ ഇവയെല്ലാം പ്രധാന ഗോത്ര വിഭാഗങ്ങളാണ്. നാഗാലാൻഡിലുള്ള പ്രധാന ഗോത്ര വിഭാഗങ്ങളാണ്. നിലവിലെ നാഗാലാൻഡിലെ മുഖ്യമന്ത്രി ശ്രീ നെയ്ഫ്യൂ റിയോ ആണ്. നെയ്ഫ്യൂ റിയോ ആണ് നിലവിലെ മുഖ്യമന്ത്രി. നിലവിലെ ഗവർണർ ശ്രീ ജഗദീഷ് മുഖി. നാഗാലാൻഡിലെ നിലവിലെ ഗവർണർ ശ്രീ ജഗദീഷ് മുഖി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നാഗാലാൻഡിനെ കുറിച്ച്. മിസോറാം പഠിച്ച അത്രയും പോലും നമ്മൾ പറഞ്ഞില്ല. ഒരു 5-6 പോയിന്റ് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ഇനി സെൻസസുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ ഒരു പോയിന്റ് നാഗാലാൻഡുമായി ബന്ധപ്പെട്ടത് ഉള്ളതെന്ന് പറഞ്ഞാൽ 2001 സെൻസസ് പ്രകാരം ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനമായിരുന്നു ഏത്? നാഗാലാൻഡ്. 2001 കണക്കാണ് ഈ പറയുന്നത്. 2001 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ വളർച്ചാ നിരക്ക്, പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഏറ്റവും കൂടിയ സംസ്ഥാനമായിരുന്നു ഏത്? നാഗാലാൻഡ്. എന്നാൽ 2021 സെൻസസ് ആയപ്പോഴത്തേക്കും നെഗറ്റീവായി, അതായത് വളർച്ചാ നിരക്ക് ഇല്ല, നെഗറ്റീവിലേക്ക് പോയി. മനസ്സിലായോ? ജനസംഖ്യ വളർച്ചാ നിരക്ക് നെഗറ്റീവിലേക്ക് പോയ ഒരേ ഒരു സംസ്ഥാനമായിരുന്നു നാഗാലാൻഡ്. അത് 2011 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി? അവരുടെ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടിയത് എന്ന നിലയിൽ നിന്നും എന്തിലേക്ക് പോയി? നെഗറ്റീവിൽ പോയി.
പിന്നെന്ന് പറയാനുള്ളത് നെഗറ്റീവ് വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ ഒരേ ഒരു സംസ്ഥാനവും ഏത് തന്നെയാണ്? നാഗാലാൻഡ് തന്നെയാണ്. 2011 സെൻസസ് പ്രകാരം നെഗറ്റീവ് വളർച്ചാ നിരക്ക് -0.6 -0.6 ആണ് വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 2011 സെൻസസ് പ്രകാരം നാഗാലാൻഡിന്റെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ 2001 കൂടിയ സംസ്ഥാനമായിരുന്നു, പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കൂടിയ സംസ്ഥാനമായിരുന്നു. 2011 ആയപ്പോഴത്തേക്ക് അത് നെഗറ്റീവായി. നെഗറ്റീവ് രേഖപ്പെടുത്തിയ ഒരേ ഒരു സംസ്ഥാനം ഏത് തന്നെയാണ്? നാഗാലാൻഡ് തന്നെയാണ്. ഓക്കെ, ഇനി 2021 കണക്ക് എങ്ങനെയാണെന്ന് കണ്ടറിയാം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏവർക്കും സംശയങ്ങളോ നിങ്ങളുടെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തുണ്ടെങ്കിലും പറയുക, തുറന്ന് പറയുക. ഓക്കെ, നിങ്ങളുടെ ക്ലാസ് എടുക്കേണ്ട രീതി അല്ല, എനിക്ക് കംഫർട്ടായിട്ട് രീതിയിൽ ഞാൻ നിങ്ങൾ ക്ലാസ് എടുക്കുന്നു, നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അതിലെ പിഴവുകൾ എന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യുക, ദയവേത് ചൂണ്ടിക്കാണിക്കുക. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂണ്ടിക്കാണിക്കുക. എന്നാൽ മാത്രമേ അതിനെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് എനിക്ക് മാറാൻ സാധിക്കൂ. ഓക്കെ, അപ്പോൾ എവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.